ഇതാരാ പടക്കുന്ന മീനോ? ആ നായകനായിട്ട് അഭിനയിച്ച ചേട്ടൻ ഇപ്പോ ചേട്ടൻ മരിച്ചു പോയായിരുന്നു. ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആയിരുന്നു. ഓ ഇത് വൈറലായപ്പോൾ പുള്ളി ജീവിച്ചിരിപ്പില്ല. പുള്ളിയുടെ ട്രോളൊക്കെ വരുമ്പോഴും നമ്മളിത് കാണുന്നുണ്ട്, നമുക്ക് വിഷമമുണ്ട്. പക്ഷെ പുള്ളി കയറുമ്പോഴേ എന്റെ മോളുടെ പിറന്നാളാണ്. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ചേട്ടൻ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കുന്നില്ലേ? ആരാധകരെ കണ്ട എന്താടാ നീ നോക്കുന്നേ? ഇപ്പം പറയുമ്പോൾ ഞാൻ ആ ഷോട്ടൊക്കെ ഓർക്കുന്നത്. ഇത് ഞങ്ങളത് കണ്ടിട്ടേ ഇല്ല, നോക്കിയിട്ടേ ഇല്ല. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കോളേജിൽ പോവല്ലേ? അക്കരെ കുറെ മീനുണ്ട്, ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിക്കാറുണ്ട്. ഓ ഒന്നുമില്ലേ, ആയിക്കോട്ടെ. പിന്നീട് ഞങ്ങളിത് കണ്ടു നോക്കിയിട്ട് ഞങ്ങൾ ഇത് എന്താന്ന് നോക്കിയിട്ടുണ്ട്. ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. കിട്ടില്ല സാധനം കൂടെ സെറ്റ് ചെയ്യാൻ പറ. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? ഹിന്ദിയിൽ തന്നെ ചെയ്യാൻ പറ. അതാകുമ്പോ ആൾക്കാർ കേട്ടാലും എന്നാന്ന് അറിയത്തില്ല. കാരണം ഒരുപാട് ട്രോളിൽ കൂടെ ആൾക്കാർ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ടല്ലോ. പക്ഷെ ഇത് നാച്ചുറൽ അല്ലായിരുന്നു. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. കഥാപാത്രം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞു വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. അവിടുത്തെ ചേച്ചിമാരെ അന്നപ്പം തന്നെ അഭിനയിക്കാൻ കിട്ടും. ഇങ്ങോട്ട് കയറി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ചാൻസ് ആർക്കും കിട്ടുമോ? ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല. അവനെ ഒതുക്കിയേ പറ്റൂ. പൃഥ്വിരാജ് വരെ സ്വന്തം പടത്തിൽ ആഘോഷിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ചങ്ങനാശ്ശേരിക്കടുത്ത്. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് കായൽ എന്നാണ്. ആ കായൽ ഷോർട്ട് ഫിലിമിൽ നമ്മൾ തന്നെ ഒരുപാട് സീൻസ് കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയിച്ച രണ്ടുപേരാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, നിങ്ങൾ ഭയങ്കര വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പണ്ട് അഭിനയിച്ചത് മറ്റേ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായത് എൻ്റെ മോളുടെ പിറന്നാളാണ്, എല്ലാവരും വരണം, ആ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റായി. പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ആരോ ഫേസ്ബുക്കിൽ നിങ്ങളെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ? ACP ദേവിക. അതുതന്നെ, ACP ദേവിക. ഞാൻ അന്നേരം അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ, ഇത്രയും വലിയ ഡയലോഗ് അവർക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണെന്ന്. ഈ രണ്ട് ഷോർട്ട് ഫിലിമും വൈറലാകാൻ വേണ്ടി ചെയ്തതാണോ അതോ ഇത് നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തത്? നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം ബാക്കാണെന്ന് തോന്നുന്നു. ആരാണ് ഇതിൻ്റെ സംവിധായകർ? എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇത് ഞാൻ പറയുന്നത് നമ്മുടെ അജിത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. പുള്ളി ജനിച്ചും വളർന്നെല്ലാം ബോംബെയിലാണ്. ബോംബെ റെയിൽവേ ജോലിയാണ്. അപ്പം നമ്മുടെ ചേട്ടത്തിയുടെ റിലേഷൻപ്പെട്ട. അപ്പം പുള്ളി നാട്ടിൽ വന്നപ്പോൾ പുള്ളിക്ക് ഞങ്ങളുടെ കാവാലം, എൻ്റെ വീട് കാവാലത്താണ്. അപ്പം കാവാലവും സ്ഥലവും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഈ കായൽ എന്ന് പറഞ്ഞ് നമുക്ക് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ വേണ്ടി പുള്ളി വന്നപ്പം തന്നെ ഡയലോഗ്സ് പറഞ്ഞ് ഇതൊന്നും ഞങ്ങൾ കറക്റ്റായിട്ട് എഴുതി കറക്റ്റായിട്ടല്ല അന്നപ്പം അങ്ങ് ചെയ്തതാ. അങ്ങനെ ചെയ്തു. പുള്ളി അത് കഴിഞ്ഞു അവിടെ പുള്ളിയുടെ ബോംബെ പോയി പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞ് നമ്മളറിഞ്ഞില്ല. നമ്മൾ കുറച്ച് 5-6 വർഷം കഴിയുമ്പോൾ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈ തിരുവല്ല ഫെസ്റ്റൊക്കെ വരുമ്പോൾ ചില കടയിൽ സ്റ്റാളിൽ നിൽക്കുന്ന നമ്മളോട് പറയും, ചേട്ടൻ ഷോർട്ട് ഫിലിമിന് അഭിനയിക്കുന്നില്ലേ? അപ്പോൾ നമ്മളങ്ങനെ അന്നപ്പോൾ നമുക്കും ഇത് പിടികിട്ടി തുടങ്ങി. അദ്ദേഹം നാട് കാണാൻ വേണ്ടി വന്നു. അന്നപ്പോൾ നിങ്ങൾ ജസ്റ്റ് നാട്ടുകാർ, ഇപ്പം പേര് രണ്ടുപേരും പറഞ്ഞില്ല. എൻ്റെ പേര് പ്രവീൺ. രതീഷ് എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞ കായൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ ഞാൻ വില്ലന്റെ, അതായത് നിങ്ങൾ രണ്ടുപേരാണ് വില്ലനും. അത് ശരിക്കും എടുത്തു പറയണം കേട്ടോ, കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയ ഒരു കാര്യമുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ച ചേട്ടനുണ്ട്, പ്രതീഷ്. ഞാനിവിടെ വന്നു കയറിയപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വില്ലനാണ് എൻ്റെ മനസ്സിൽ, വില്ലനും വില്ലന്റെ കൂടെയുള്ള ആളും. ഓക്കെ, അതെനിക്ക് ഓക്കെയാണ്, ഞാൻ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ നായകൻ ചേട്ടൻ്റെ അതേ ഷേപ്പ്. അപ്പം ഞാൻ ആരോടാ സംസാരിച്ച് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ആ നായകനായിട്ട് അഭിനയിച്ച ചേട്ടൻ മരിച്ചു പോയായിരുന്നു. ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആയിരുന്നു. ആ സമയം അതൊക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞ ഡയാലിസിസ് ഒക്കെ ചെയ്തത്. പക്ഷേ ഇത് വൈറലായപ്പോൾ പുള്ളി ജീവിച്ചിരിപ്പില്ല. പുള്ളിയുടെ ട്രോളൊക്കെ വരുമ്പോഴും നമ്മളിത് കാണുന്നുണ്ട്, നമുക്ക് വിഷമമുണ്ട്. പക്ഷെ പുള്ളി കയറുമ്പോഴേ നമ്മുടെ ചേട്ടച്ചാരാണ്. അല്ല, ചേട്ടൻ ആ ഷേപ്പ് വന്നു. അന്നത്തെ ഷേപ്പ് അല്ല ചേട്ടൻ ഇപ്പം. ശരിക്കും ആ നായകൻ ചേട്ടന്റെ ഷേപ്പാണ്. അതായത് ആ കായൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം വളരെ ഇതായിട്ട് ചെയ്തേക്കുന്നത് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മീൻ വിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരുത്തൻ റീറ്റെയിലുകാരെ വളരാൻ സമ്മതിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് കൊലയും നടത്തുന്നു. ലാസ്റ്റ് കല്ലു എന്ന് പറയുന്ന ആ കൊച്ചിന് വേണ്ടിയിട്ട് ചേട്ടന്റെ ചേട്ടൻ വന്നു കൊല്ലുന്ന. പക്ഷെ ആ കഥ നോക്കുമ്പോൾ കഥാ ബേസിൽ ഇപ്പം ഞാൻ നമ്മൾക്കിപ്പം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കഥാ ബേസ് എടുത്ത് നോക്കിയപ്പം ഓക്കെയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ നിങ്ങളുടെ സാങ്കേതിക ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ മറ്റേ നാട് കാണാൻ വന്ന അജിത്ത് എന്ന് പറഞ്ഞ കക്ഷിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര. കാരണം പുള്ളി
പുള്ളി കൂടുതലായിട്ട് ഹിന്ദി ഒരു സ്റ്റൈൽ, ഹിന്ദി സിനിമ ആ ഒരു ഡയലോഗ് അതിൻ്റെ അത് കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല. അവർ എല്ലാം ടക്ക് ഷോട്ട് മാറുന്ന പോലെ. അപ്പം നമുക്കും ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് അവർ ഒരു ഫിലിമിൽ അവിടെ പഠിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോജക്റ്റുമായിട്ട് നടക്കുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്കും അറിയത്തില്ല. അപ്പോൾ അവർ വരുന്ന ഷോട്ട് നമ്മൾ ചെയ്യാന്നുള്ളായിരുന്നു. അതിൻ്റെ അകത്ത് ലോജിക്കൊന്നും നമ്മളന്ന് നോക്കിയില്ല. അതിൻ്റെ ഡബ്ബിങ് വന്നപ്പോഴാണ് അതിൻ്റെ മിസ്റ്റേക്ക് വരുന്നത്. കാരണം ഡബ്ബിങ്ങിന് ഇതിൻ്റെ അഭിനയിച്ചാൽ ആരും ഇല്ലായിരുന്നു. വേറെ ആൾക്കാരാണ് ഡബ്ബിങ്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ല, ഇതുമായിട്ടൊരു ബന്ധമില്ല. അത് കഥയായിട്ട് ഞങ്ങൾ അപ്പോഴാണ് സ്റ്റോറി കേൾക്കുന്നത്. എന്താന്ന് പോലും അറിയത്തില്ല. പുള്ളി സീൻസ് എടുത്ത് വെച്ചു. കഥ മനസ്സിലാവണത് ഈ ട്രെയിനിൽ വരുമ്പോഴാണ് പുള്ളി കഥയൊക്കെ പുള്ളിയുടെ മനസ്സിൽ പ്ലാൻ. അത് ഇവിടെ വന്നിട്ട് പുള്ളിയുടെ ഒരു റിലേറ്റീവ് ആയിട്ടൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, വീണ. ഞാനത് എഴുതിയിരുന്നു സ്റ്റോറി. അപ്പൊ വീണ കൊണ്ട് അത് ഈ പുള്ളി പറഞ്ഞ സ്റ്റോറി മലയാളത്തിലേക്ക് ഇത് ചെയ്യിക്കുമായിരുന്നു. ഹിന്ദിക്കാരനാണ്, ഇതല്ല ചേട്ടാ. ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നല്ലോ കേട്ടോ. നമ്മുടെ ഇത് കഴിയുമ്പോൾ ട്രോള് കാണുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഇന്റർവ്യൂ കഴിയുമ്പോൾ ട്രോളിൽ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നന്നായി അവൻ ഇത് പിന്നെ എടുത്ത് കാണാത്തെന്ന്. പുള്ളിക്ക് മലയാളം അറിയില്ലല്ലോ, മനസ്സിലായോ? അജിത്തേട്ടൻ കാരണം നമ്മളിപ്പം നമ്മളെ 10 പേര് അറിയാൻ ഞാൻ പറഞ്ഞ പൃഥ്വിരാജിന്റെ ആ പടത്തിനകത്ത് തന്നെ പൃഥ്വിരാജ് പറഞ്ഞു നാളെ എന്റെ മോളുടെ പിറന്നാളാണ്, എല്ലാരും വരണമെന്ന് പറഞ്ഞ പൃഥ്വിരാജ് സാർ പറഞ്ഞത്. അതെ, അതെന്താന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോഴാണ് അതിൽ മനസ്സിലാവുന്നത്. അതായത് കല്ലു എന്ന് പറഞ്ഞ ഒരുത്തനെ കയറി പിടിച്ച ഒരാളുടെ സീനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ചേച്ചി വന്നിട്ട് നാളെ വേറൊരു സിറ്റുവേഷൻ. രണ്ട് സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അറിയാതെ ചേച്ചി വന്ന് പെട്ടെന്ന് പറയുന്നത്. അത് അവരുടെ മകളെ തന്നെയല്ലേ അത് അഭിനയിച്ചേക്കുന്നത്. അല്ല, ഇപ്പൊ ആ അഭിനയിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ എവിടെ? അവര് വർഷങ്ങളായിട്ട് ചിലവര് കല്യാണം കഴിഞ്ഞു പോയി, ചിലവരുടെ നമ്പരൊന്നും അന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അത് എല്ലാം പോയി, ഇത്ര വർഷമായില്ലേ. അതിലൊരു ഡയലോഗ് ഉണ്ട്, മൂത്ത ചേട്ടൻ പ്രവീൺ എന്നാ ചേട്ടന്റെ പേര് പെടക്കുന്ന മീനോ ചേട്ടൻ തന്നെ, പ്രതീഷ്, ഇതാരാ പെടക്കണ മീനോന്ന് ചോദിക്കേ. അത് ആ ഡയലോഗും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ട്രോളുകളിൽ വന്നായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഈ അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ പിന്നീട് ഇത് കണ്ടിട്ട് നിങ്ങളോട് വിളിക്കുവോ അല്ലെങ്കിൽ വൈറലായതിനു ശേഷം? ആ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ചില യൂട്യൂബ് ചാനലുകാരും ഞങ്ങളെ വിളിച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് കോവിഡ് വന്നത്. കോവിഡ് എന്ന ലോക്ക്ഡൌൺ സിസ്റ്റം. അപ്പൊ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒന്നും പറ്റിയില്ല. ഇതിന് തൊട്ട് മുമ്പായിരുന്നു തോന്നുന്നു അല്ലേ? കോവിഡ് കുറച്ച് മുമ്പായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം പിന്നെ അജിത്തേട്ടനെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ. ആൾക്കാർ ഞങ്ങൾ ജോലി സ്ഥലത്തൊക്കെ ആൾക്കാർ നമ്മളോട് പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാനിവിടെ തിരുവല്ല കട ചെന്നപ്പോൾ കുറച്ച് പേര് താഴേന്ന് കുറച്ച് പേര് കാണാൻ കയറി. അവള് കൂട്ടത്തെ അവളും വൈഫ് വെക്കുമല്ലേ, മറ്റേ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ചേട്ടൻ മോളി വന്നിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ അതിനുശേഷം പിന്നീട് ദേവിക IPS അല്ലേ, ACP ദേവിക, അതിന്റെ സ്റ്റോറി എന്താ? അത് ഞാൻ ശരിക്കും അത് അവസരം, അത് ഈ മറ്റേ ഇത് ചാരായം മാറ്റി അങ്ങനെ പിടിക്കുന്ന ആ ഒരു രീതിയുണ്ട്. അതിലും ചേട്ടൻ വില്ലൻ, അതെല്ലാം അതിന്റെ അകത്ത് ഞാൻ അതിന്റെ അത് വില്ലൻ, ചെറിയൊരു ഇത് എല്ലാം വില്ലനാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരെന്നെ വിളിച്ചോണ്ട് പോകുന്നത് ജസ്റ്റ് കാണാൻ പോകുന്ന അവിടെ ഓട്ടോമാറ്റിക്കലി അതിന്റെ അകത്ത് ആയിപ്പോയി. അവിടെ ചെന്നപ്പോ നിങ്ങളെ ഫ്രെയിം വെച്ച് എടുത്തു. അല്ലെങ്കിൽ അജിത്തേട്ടൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത്രയൊക്കെ ആൾക്കാർ വേണം, നിങ്ങൾ വിളിച്ചോണ്ട് വാ സുഹൃത്തുക്കളെയൊക്കെ? അത് നമ്മുടെ ചേടത്തിലെ വീട്, നമ്മുടെ അവിടെ ചേട്ടന്റെ വീട്ടിലാണ് ഈ സംഭവം. അപ്പൊ അവിടെ എല്ലാം ഒത്തിരി പേര് അപ്പുറത്തെല്ലാം അവരുടെ ബന്ധുക്കാരുടെ റിലേഷൻ അവരെല്ലാരും ഉണ്ട്. അതായത് നായകനായിട്ട് അഭിനയിച്ച ചേട്ടന്റെ കാര്യമാണ് ഈ പറയുന്നത്? അല്ല, ഈ അവസരത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അപ്പുറത്തെല്ലാം അവരുടെ ആൾക്കാരുണ്ട്. അപ്പൊ വന്നപ്പോ ആൾക്കാരെ വിളിച്ചാൽ കയറ്റി ചെയ്യിക്കുവാണ്. ആ ഷോർട്ട് ഫിലിമിനകത്തൊരു പെങ്കൊച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്, അതിന് വരെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. കായലിനകത്ത് ഭയങ്കരമായിട്ട് ക്രെഡിറ്റ് കൊടുത്തു. ഫംഗ്ഷൻ നടക്കുന്ന ബർത്ത്ഡേ പാർട്ടി, അത് ബർത്ത്ഡേ പാർട്ടി ആയിട്ടാണ് കാണിച്ചേക്കുന്നല്ലേ? അതിന്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ വന്ന് വിളിച്ചോണ്ട് പോകും. വിളിച്ചോണ്ട് പോയിട്ടാണ് ഷാപ്പിൽ പോയിട്ട്. ഞങ്ങൾ ഇപ്പം പറയുമ്പോഴാണ് ഞാൻ ആ ഷോട്ടൊക്കെ ഓർക്കുന്നത്. ഞങ്ങളത് കണ്ടിട്ടേ ഇല്ല, നോക്കിയിട്ടേ ഇല്ല. അല്ല, പിന്നെ വൈറലാകാൻ തുടങ്ങിയപ്പോഴേ നമ്മളിങ്ങനെ കുറച്ച് ഭാഗമൊക്കെ എടുത്ത് നോക്കുന്നത്. കായൽ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, കുറച്ച് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ചേട്ടാ, ഞാനിത് കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങളത് ഷോർട്ട് ഫിലിം എടുത്ത് കണ്ട്, നിങ്ങളിപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ അതിനകത്ത് തോന്നിയത്, അല്ലെങ്കിൽ എവിടെയൊക്കെ നന്നാക്കണമായിരുന്നു, എവിടെയൊക്കെ അതിന് കിട്ടണമായിരുന്നു, നിങ്ങൾക്കത് അല്ല ഇത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ നമുക്കൊരു ഇതുണ്ട്, തോന്നിയിട്ടുണ്ടോ? അതെന്തൊക്കെയായിരുന്നു ചേട്ടാ? അത് നമുക്ക് അതിന്റെ ഡയലോഗ്സ്, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ആൾക്കാരെ മാറ്റണം. അതായത് ഒരു സ്റ്റണ്ട് നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആൾ